അവതരണത്തിനെ കുറിച്ചും ആമരുടെ സിനിമാ സംവിധാനത്തെ കുറിച്ചും ഒക്കെ അറിയാം. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പുതുതായി മലയാളികൾക്ക് സമർപ്പിക്കുകയാണ് ഈ സിനിമ. സഞ്ജുവൻ എന്താണ് തോന്നിയത് ഈ ഒരു സിനിമയെ കുറിച്ചും ഈ കമ്പനിയെ കുറിച്ചും? ലിജീഷിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിപ്പോൾ ഇവിടെ പറഞ്ഞു തീർക്കാനും പറ്റില്ല. ഞാനൊരു 10-12 വർഷം മുമ്പുള്ള പരിചയമാണ്. അപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പലരും കൂടുകൂടാ പുറമേ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കറിയാം ലിജീഷിനെ പറ്റി എന്തോരം പറയാനുണ്ട്. കാരണം ലിജീഷിനോട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ, മമത പറഞ്ഞ പോലെ നോ പറയാൻ പറ്റില്ല. വല്ലാത്തൊരു ട്രാപ്പാണ് ലിജീഷ് നമ്മളോട് വളരെ സ്നേഹത്തിൽ, വളരെ ലിജീഷ് കഥ പറയുമ്പോഴാണെങ്കിലും മമതയും നികുതിയിലൊന്നും ഇങ്ങനെ ലിജീഷിനോട് പറഞ്ഞു, ഇങ്ങനെ മമത ചിലപ്പോൾ ശരിയാവുണ്ടാവില്ല, വരില്ലായിരിക്കും, ഞാൻ വെറുതെ കഥ പറയാല്ലേ. അപ്പൊ അങ്ങനെ വെറുതെ വിളിച്ച് കഥ പറഞ്ഞു, അതിൽ വീണു. അതെ, പക്ഷെ എന്നും കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്തായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സൗഹൃദം എന്ന് പറയുമ്പോൾ നമുക്ക് വഴക്കിടാൻ പറ്റണം, നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റണം. അങ്ങനെ അളവില്ലാത്തത്രയും വഴക്കിടാൻ പറ്റിയിട്ടുള്ള ഒരു സുഹൃത്താണ് ഞാൻ ലിജീഷുമായിട്ട്. കാരണം ഭയങ്കര രസമാണ് ലിജീഷ്. രസമല്ല, സോറി, അത് ലിജീഷോട് പക്ഷെ നമുക്ക് നേരിട്ടൊന്നും പറയാൻ പറ്റില്ല. ഫോണിൽ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ ഞങ്ങൾ കുറേ കാലം കാണാതിരുന്നു. ലിജീഷിനെ കാണുന്നില്ല, ഞങ്ങൾ കാണില്ല. പക്ഷേ ഉള്ളിൽ എന്നാലും നമുക്ക് ഭയങ്കര എന്നും സ്നേഹവും, ഇടയ്ക്കിടയ്ക്ക് എവിടെന്നെങ്കിലും ഒക്കെ ലിജീഷ് വിവരങ്ങളൊക്കെ നമ്മൾ അറിയുകയും ചെയ്യും. അതിനിടയിൽ ലിജീഷ് വളരെ നല്ല രീതിയിൽ വളരുകയും അതിൽ ഒത്തിരി ആശ്വാസവും ഒത്തിരി സന്തോഷവും തന്നെയാണ്. കാരണം ലിജീഷ് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. നല്ലൊരു അധ്യാപകനാണ്, നല്ലൊരു സുഹൃത്താണ്, എന്നും നമ്മുടെ കൂടെയുള്ള. അതായത് നമുക്ക് വലിയ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്താണ്. പക്ഷെ എന്നാൽ അതത്ര എളുപ്പമല്ല. കാരണം ലിജീഷ് നമുക്ക് ഫോണിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു യജ്ഞമാണ്.